കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. കേരളത്തിന്റെ അങ്ങേയറ്റത്തു നിന്നും ഇങ്ങേയറ്റത്ത് ഇത്രയും വലിയ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരോടൊപ്പം അവരുടെ ക്ലാസുകൾ കേൾക്കുവാനും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു തന്ന് അത് നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമാക്കുവാനും സാധിച്ചു. കൂടാതെ ഇതുവരെ കാണാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഒരുപാട് തന്നെ കാണാൻ കഴിഞ്ഞു. ഏറ്റവും എടുത്തു പറയേണ്ടത് നിയമസഭയെ പോകുവാനോ അവിടുത്തെ കാര്യങ്ങൾ അറിയുവാനോ കഴിയുമെന്ന് ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചതില്ല. എന്നാൽ നമ്മളെ തേടി ആ അസുലഭ ഭാഗ്യം വന്നെത്തിയിരുന്നു. ജീവിതത്തിലെ ഒരു ഉത്തമ പൗരനായി മാറുവാൻ ഉള്ള പ്രചോദനങ്ങളെല്ലാം തന്നെ ഈ ക്യാമ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എനിക്കിതിനെ പറ്റി എന്താണ് പറയണമെന്ന് അറിഞ്ഞില്ല. ഈ 10 ദിവസം വളരെയധികം എൻജോയ് ചെയ്തു. തിമിർത്ത് ഇനി ഇന്ന് പോകുന്നെന്ന് ആലോചിക്കുമ്പോൾ നാട്ടിലേക്ക് പോകാനും മടിയിരുന്നില്ല. ഇവിടെ എവിടേക്ക് താമസിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ബാരേജിലാണ് കുളിക്കാൻ പോകുമ്പോൾ ഒരു സ്വന്തം കുളിക്കാതെ മറ്റൊരാളെ കുളിപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. കൂടാതെ പ്രമുഖ വ്യക്തികളാലും നമുക്ക് കിട്ടിയ ക്ലാസ്സുകൾ, മറ്റു സ്ഥലങ്ങളിൽ പോയ അനുഭവങ്ങൾ, കൂടാതെ എനിക്ക് പണ്ടൊക്കെ പോലീസ് ആവണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലായിരുന്നു എൻജിഒ തുടങ്ങിയവ. പക്ഷേ ഇവിടുന്ന് പ്രമുഖ വ്യക്തികളുടെ സമ്മതം കേട്ടിരുന്നപ്പോൾ ഇപ്പോൾ അവരെക്കാളും വലുതാകണമെന്നൊരു ആഗ്രഹം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്നു. വളരെ വലിയൊരു അനുഭവം തന്നെയാണ്. പിന്നെ ആദ്യത്തെ 2 ദിവസത്തെ ഭക്ഷണം പാങ്ങിലിരുന്നു. പിന്നെ ചിക്കനൊക്കെ വന്നതോടെ വളരെ നല്ല ഭക്ഷണം തന്നെയായിരുന്നു. നല്ല കൊണ്ട് എല്ലാം നല്ല തിമർത്ത ഒരു ക്യാമ്പ് തന്നെയായിരുന്നു. ഇനി പരേഡ് വരുന്നു. പരേഡ് നന്നായി ചെയ്യാൻ പറ്റും നമ്മുടെ എല്ലാ കാഡറ്റും നമ്മൾ കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ ഫസ്റ്റ് എന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത്. എനിക്ക് ഈ ക്യാമ്പിൽ വന്ന് ഏറ്റവും നന്നായി അനുഭവപ്പെട്ട ഒരു അനുഭവമാണ് ഈ കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ശ്രീലേഖ മേഡത്തിനോട് സംവാദം ചെയ്തത്. ആ മേഡത്തിൽ നിന്നും എനിക്ക് അനുഗ്രഹം വാങ്ങാൻ കഴിഞ്ഞു. അത് എനിക്ക് ഈ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ അനുഭവമായി ഞാൻ കരുതുന്നു.